ഇന്ത്യ പാക് മത്സരങ്ങളിൽ കയ്യാങ്കളി കണ്ടിട്ടുണ്ട്, വാക്പൂര് കണ്ടിട്ടുണ്ട്, അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. കാണികൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് വരെയുണ്ട്. എല്ലാ കാലത്തും പണ്ട് സ്വാതന്ത്ര്യാനന്തരം നടന്ന എല്ലാ മത്സരങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇന്നേ വരെ കളത്തിൽ കാണാത്ത സംഭവങ്ങൾ, അത്തരം സംഭവങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച, അതായത് കൃത്യം ഒരാഴ്ച മുമ്പ് ഉണ്ടായത്. എന്താണ് അന്ന് സംഭവിച്ചത്? ശ്രീ ബാലകൃഷ്ണൻ വിശദീകരിക്കും. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇന്ത്യ പാക് വൈരത്തിന്റെ കഥകൾ ഏറെ പറയാനുണ്ട് ക്രിക്കറ്റ് മൈതാനങ്ങൾക്ക്. വാക്പോരും കയ്യാങ്കളിയും കാണികളിൽ നിന്നുള്ള കല്ലേറും തുടങ്ങി അയൽക്കാരുടെ പോരെന്നും സംഭവബഹുലമാണ്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഭവിച്ചതുപോലൊന്ന് ചരിത്രത്തിലില്ല. കളി മാത്രമല്ല, മത്സരശേഷം കൈകൊടുക്കാതെ മുഖം തിരിച്ച് വാതിലടച്ച് ഇന്ത്യ പാകിസ്ഥാനെ ഏൽപ്പിച്ച പ്രഹരം ചെറുതൊന്നുമല്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും അതിർത്തി സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കരുതെന്ന മുറവിളികൾക്കിടയിലും പ്രതിഷേധങ്ങൾക്കിടയിലുമായിരുന്നു ദുബായിലെ ഏഷ്യ കപ്പ് മത്സരം. ടോസിനെത്തിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ നായകൻ സൽമാൻ അലിയാഗയെ കണ്ട ഭാവം നടിച്ചില്ല. ടോസ് ഇട്ട ശേഷം പതിവ് ഹസ്തദാനത്തിന് തയ്യാറാവാതെ ചുമ്മാ കൈകെട്ടി നിന്നു. കളത്തിലെത്തിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി. ഇന്ത്യയെ വിറപ്പിക്കുമെന്ന് പറഞ്ഞെത്തിയ പാകിസ്ഥാന് നേടാനായത് വെറും 127 റൺസ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വിജയലക്ഷ്യം മറികടക്കാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. അവിടെയും തീർന്നില്ല പാക് വധം. വിജയ റൺ കുറിച്ച നായകൻ സൂര്യകുമാർ യാദവും ശിവം ദൂബെയും അമ്പയർമാർക്ക് മാത്രം കൈകൊടുത്ത് ഡഗ്ഔട്ടിലേക്ക് വച്ചുപിടിച്ചു. അമ്പരെന്ന പാക് താരങ്ങൾ ഗ്രൗണ്ടിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുന്നതും കാത്ത്. എന്നാൽ അവർക്ക് മേൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ കൊട്ടിയടച്ച് ഒന്നിനുമില്ലെന്ന് ടീം ഇന്ത്യ നയം വ്യക്തമാക്കി. പ്രസന്റേഷൻ സമയത്ത് ഇതിന് കാരണവും ക്യാപ്റ്റൻ സൂര്യ തുറന്നു പറഞ്ഞു. ഇന്ത്യയെ BCCIയെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അറിയാവുന്ന പാക് ക്രിക്കറ്റ് ബോർഡ് അതിനുള്ള പഴി പറഞ്ഞതെല്ലാം മാച്ച് റഫറി ആൻഡി പൈക്രാഫ്റ്റിനെ. ടോസിന് തൊട്ടു മുമ്പ് മാച്ച് റഫറി പാകിസ്ഥാൻ നായകനോട് ഹസ്തദാനം വിലക്കി ഇന്ത്യയുമായി ഒത്തുകളിച്ചെന്നായിരുന്നു പാകിസ്ഥാന്റെ പരാതി. പൈക്രാഫ്റ്റിനെ ഏഷ്യ കപ്പിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ICCക്ക് പരാതിയും നൽകി. എന്നാൽ മാച്ച് റഫറിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു ICCയുടെ കണ്ടെത്തൽ. ഇതോടെ UAEക്കെതിരായ മത്സരത്തിന് മുൻപ് ബഹിഷ്കരണ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ. എന്നാൽ മത്സരം 1 മണിക്കൂർ വൈകിപ്പിക്കാനായി എന്നതല്ലാതെ അവിടെയും പാകിസ്ഥാന് യൂടേൺ വേണ്ടി വന്നു. ഇന്നത്തെ മത്സരത്തിലും മാച്ച് റഫറിയായി പൈക്രാഫ്റ്റ് തന്നെയാണ്. പാകിസ്ഥാനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ICC. ഇതോടെ മുമ്പെപ്പോഴും ഇല്ലാത്ത തരത്തിൽ വീറും വാശിയുമേറും ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ പോരിന് അതുറപ്പ്. നദീ ശ്രീജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് തന്നെയാണ് ഇന്നത്തെയും താരം. അദ്ദേഹം കളത്തിലെത്തുമ്പോൾ താരങ്ങൾ കൈകൊടുക്കുമോ അതോ ഇന്നും മുഖം തിരിച്ച് നടക്കുമോ നമ്മുടെ സൂര്യകുമാർ യാദവ്? പാകിസ്ഥാൻ നായകൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് കാര്യം. കളി ദുബായിലാണ്, പക്ഷെ താരം ആൻഡി പൈക്രോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ആൻഡി പൈക്രോഫ്റ്റിൻ്റെ ഈ റോൾ, അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ഇന്ന് ഇത്തരത്തിൽ സംഭവങ്ങൾ കൈവിട്ടു പോകുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം അതിർത്തിയിലുണ്ടായ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് കൈകൊടുക്കാത്തതിൻ്റെ കാരണമായി പറഞ്ഞത്. അതിൽ തെറ്റില്ല, BCCI അതിനൊപ്പം നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒരു ക്യാപ്റ്റന് വേണമെങ്കിൽ കൈ കൊടുക്കാതിരിക്കാം, അത് ആ ടീമിൻ്റെ മാത്രം തന്നെയാണ്. കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ലംഘനമല്ല എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.